ഗൈസ്, വെൽക്കം ബാക്ക് ലൈറ്റിലല്ലേ. ഇന്ന് നമ്മൾ ജിം വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഇനി ബാക്കി ജിമ്മിൽ പോയിട്ട് കാണിച്ചു തരാം. എൻ്റെ ഒരു കസിൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാനൊരു ജിം ഫ്രീക്കൊന്നും ആയിരുന്നില്ല, പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് ഷുഗർ കട്ടിലാണ്. 6 months ഇപ്പം കഴിഞ്ഞ് ഷുഗർ കട്ടിലാണ്. കൊച്ചിയിലുള്ള ടൈമിലെല്ലാം ജിമ്മിൽ പോകും, അല്ലെങ്കിൽ ഞാൻ ചങ്ങമ്പുഴ പാർക്കിനടുത്താണ് താമസിക്കുന്നത്. അപ്പം അവിടെ ഓടാൻ പോകും. അപ്പം ഇപ്പം നാട്ടിൽ എന്തായാലും ഇവിടെ 1 മാസം ഉണ്ട്. അപ്പം വെറുതെ ഓടാനോ ഒന്നിനും പോവാതിരുന്നപ്പോൾ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജിമ്മിൽ കയറി. പണ്ട് പൊക്കോണ്ടിരുന്ന ജിമ്മിലാണ് കോളേജിൽ പഠിച്ച ടൈമിൽ. അപ്പം ഇവിടെ റീജോയിൻ ചെയ്തു. എന്തായാലും 1 മാസത്തേക്കൊന്ന് പോയി നോക്കാമെന്ന് വെച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജിമ്മാണ്. ജിമ്മിന്റെ പേര് ഞാൻ മറന്നുപോയി. പുത്തളപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ മാവേലിക്കരയിൽ. അപ്പം അവിടാണ് പോകുന്നത്. എൻ്റെ ഒരു കസിൻ ഉണ്ട് കൂടെ. അപ്പം അവിടെ പോയിട്ട് ഒരുപാട് വിഷ്വൽസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. നമുക്ക് ഈ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചമ്മൽ ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ചെല്ലുന്ന എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാം. ആൻഡ് ഈവനിങ് ആണ് പോകുന്നത്. നേരത്തെ മോർണിംഗ് ആയിരുന്നു. അപ്പം ആ കസിന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അവൻ വരുന്ന ടൈമിനനുസരിച്ച് ഞാനും ടൈം ഒന്ന് മാറ്റി. അപ്പോൾ അവനും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവൻ്റെ. അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് ഓക്കെ ബൈ. വ്ളോഗ് നടന്നോണ്ടിരിക്കടാ. ഗൈസ്, അങ്ങനെ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ചു. അവനെ ഒന്ന് കാണാൻ പോണം. ചെങ്ങന്നൂര്. അപ്പം അവനെ ഒന്ന് കണ്ടിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. വീടെത്തി ഗൈസ്. നമുക്കൊന്ന് കുളിച്ച് സെറ്റായിട്ട് അവൻ്റെ അടുത്തോട്ട് പോകാം. പയ്യൻ ഈസ് ഹിയർ. ഇന്നലെ നമ്മൾ വന്നപ്പം ഫുള്ളാണ്ട് വണ്ടിയുടെ കോലം കണ്ടില്ലേ. 2 ദിവസത്തെ ട്രിപ്പ്. ഇതിനി ഒന്ന് വാഷിന് കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. ഇപ്പം ഇന്ന ടൈമില്ല. നാളെ നമുക്ക് വാഷിന് കൊടുക്കുന്ന വീഡിയോ ചെയ്യാം. ഫുൾ അഴുക. അകമൊക്കെ നല്ല രീതിയിൽ അഴുക്കല്ല, വലിയ മഴയൊന്നുമില്ല. പക്ഷെ എന്നാലും കുറേ ചെളി, അമ്പലങ്ങളിലൊക്കെ പോയപ്പോൾ ചെളി പറ്റിയിട്ടുണ്ട്. അതൊക്കെ കഴിയണം. ഓക്കെ മമ്മി, മുട്ട പുഴുങ്ങി വെക്കണം. മൈൻഡില്ല. ഇന്ന് നമ്മൾ ബാക്കിനും ബൈസിനുമാണ് ചെയ്തത്. ബൈസിന് ചെയ്ത് കുഴപ്പമില്ല. കുറച്ച് നാളായി പോയിട്ടിപ്പം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. 2 ദിവസം പോയി കഴിയുമ്പോൾ സെറ്റാവുമായിരിക്കും. കൂടെ ഉള്ളവന്മാരൊക്കെ നല്ല ഹെവി ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ വെയിറ്റൊക്കെ കുറച്ചിട്ടിട്ട് മാക്സിമം കൗണ്ട് കൂട്ടിയെടുക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും അങ്ങോട്ട് പോകുന്ന വ്ളോഗായിരിക്കും, വീഡിയോ ആയിരിക്കും. ഹേ ഗൈസ്, നമുക്ക് ഇനിയും അവൻ്റെ വീട്ടിൽ പോയിട്ട് വരാം. ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ ഏത് സ്ഥലമായിരുന്നു? പെണ്ണിക്കരയിൽ പയ്യനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, പയ്യൻ ഇതാണ് ഇൻറ്റീരിയർ. ഞാൻ പറഞ്ഞതാ, വലിയ അഴുക്കൊന്നുമില്ല. ഇത് മാറ്റൊക്കെ ഇട്ട്. അപ്പം പോവാം. ഇവിടെ വന്നപ്പം ബ്ലോക്കായി. ഇത് കാടമാവാന്ന് തോന്നുന്നു. ബ്ലോക്ക് എന്ന് വെച്ചാല് പുറകിലൊരു വണ്ടി പോയി കൊണ്ടിരിക്കുക എന്നൊക്കെ പയ്യാണ്. എന്താന്ന് വെച്ചാൽ അതാണ്ട് ഒരു ലൈൻ കമ്പി വീണ് കിടക്കുന്നു. പയ്യെ പോയി നോക്കാം. ഇത് ഇങ്ങോട്ട് ഈ കണക്ഷനിൽ നിന്ന് വിട്ടുപോയതാ. ഡേഞ്ചർ ലൈറ്റ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അസാഡൊക്കെ ഇട്ടിട്ട് പോന്നെ. നോക്കാം. ബാക്കിൽ നിന്ന് ഇത് കുരുങ്ങുന്നതാണ് പ്രശ്നം. ബാക്കിലെങ്ങാണ് ഇത് കുരുങ്ങി ഇത് കഴിഞ്ഞാൽ വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രക്ഷോട്ട് അത് മാറ്റിയാൽ മതിയായിരുന്നു.
ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാന്ന്. ഫ്രണ്ടെന്നല്ല, ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മൾ സ്കൂൾ ടൈം തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം അവൻ അമൽ KP എന്നാണ് പേര്. കുറേ നാളായി ഇപ്പം കണ്ടിട്ട്. നേരത്തെ എപ്പോഴും നമ്മൾ ഒരുമിച്ചാണ്, കൂടെ തന്നെ കാണുന്ന ഒരു ഫ്രണ്ടായിരുന്നു. അപ്പം ഇപ്പോഴ് ഒരു കുറേ നാളായി കണ്ടിട്ട്. അത് അവനും പുറത്തു പോയി, ഞാനും എറണാകുളത്തായിരുന്നു. അപ്പോൾ അവൻ ഇടയ്ക്ക് ദുബായിൽ എന്തൊക്കെയോ പോയി കുറച്ച് നാളായിട്ട് ഇപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വിളിക്കും, പക്ഷെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ എന്തായാലും കണ്ടു കളയാന്ന് വെച്ചു. ഇനിയിപ്പോൾ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ വേണം. ഫുഡ് കഴിക്കാൻ പോകണം, എന്തെങ്കിലും പരിപാടികൾ സെറ്റ് ചെയ്യണം. ടൈം ഇപ്പം 7:80. നമ്മളെ വീടെത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് അമൽ KP, ഇതവൻ്റെ വണ്ടി. KP ഒന്നും പഴയ KP അല്ലേ ഗൈസ്, ഇതൊന്നും അല്ല. കാലമൊക്കെ പോയി, പഴയ കാലം പ്രായമായ പോലെ ആയി ഇവനൊക്കെ. നമ്മളൊക്കെ യങ്ങായിട്ട് നടക്കും ഇപ്പോഴും. അവനൊക്കെ ചുമ്മാതെ. നമ്മുടെ വണ്ടി ഇവന്റെ ഈ വണ്ടി ഇത് ബെലനോയുടെ RS എന്ന് പറഞ്ഞ അന്നത്തെ എഡിഷൻ ആയിരുന്നു. ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. നല്ല കിടിലൻ പവറുള്ള വണ്ടിയായിരുന്നു കേട്ടോ. വണ്ടിയാണ് ഇതിന് ഒരുപാട് കഥയുള്ള വണ്ടിയാണ്. ഇത് ഞങ്ങൾ എടുക്കുന്നത് +1 ഇവൻ പഠിക്കുമ്പോഴാണ് ഈ വണ്ടി ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ സ്കൂളിൽ ഇതേ പോയിട്ടുണ്ട്. ഇതേലായിരുന്നു സ്കൂളിൽ പോയത്. പിന്നെ അതുപോലെ കുറേ കഥയുള്ള വണ്ടിയാണ്. നമ്മൾ പയ്യനിപ്പം 6 വർഷമായെന്ന് തോന്നുന്നു. ഗൈസ്, KPയുടെ അമ്മ കുറച്ച് ജിമ്മിൽ പോയിട്ട് മസിൽ വന്നിട്ടുണ്ട്. KPയുടെ അമ്മ ചോദിച്ച് കല്യാണമൊന്നും ആയില്ലേ. ഞാൻ സ്റ്റിൽ യങ്ങാന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഇവനെ നമ്മൾ വീട്ടിൽ പോകാം. വീട്ടിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡും മേടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് വെച്ച്. കടയിൽ പോകണ്ട, ഒരു ദിവസം സ്റ്റേ അടിക്കാമെന്ന് വെച്ച്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. അപ്പോൾ അതൊന്നും ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ബാൻ ചെയ്യും. കഴിഞ്ഞിട്ട് വരാം, ബൈ. അങ്ങനെ നമ്മൾ പയ്യനുമായിട്ട് ഇവിടെ അവന് CDMA കയറാൻ വേണ്ടി വന്നതാണ്. CDMA കയറി കുറെ ക്യാഷ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവന് ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മൾ എന്നിട്ട് ഒരു വീട്ടിൽ പോവാണ്. വീട്ടിൽ ഇനി ഫുഡ് മേടിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് പരിപാടികളൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. വ്ളോഗ് എൻഡ് ചെയ്യുന്നില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് എൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ചുമ്മാ ഇവനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ബ്രോ, ഹായ് ബ്രോ. ചുമ്മാ നമ്മളിങ്ങനെ ഒരു മുറുക്ക് കഴിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ചുമ്മാ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ, പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ KP ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. നോക്കട്ടെ, രാവിലെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നടന്നു പോയില്ലെങ്കിൽ ഞാൻ രാവിലത്തെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ബൈ ഫോർ നൗ. അടുത്ത എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണം. ഇത് 5-ാമത്തെ വീഡിയോ ആണ്. ഇനി 6-ാമത്തെ ഒരു വീഡിയോ നല്ല എവിടെയെങ്കിലും സ്പോട്ടോ അല്ലല്ല നമ്മുടെ പാർട്ട് 2 ഉണ്ട്. അപ്പോൾ പാർട്ട് 2 ചിലപ്പോൾ ഇത് കഴിഞ്ഞോ ഇതിന് ശേഷമൊക്കെ ആയിരിക്കും. അപ്പം 7 വീഡിയോ. ഓക്കെ, ബൈ ഫോർ നൗ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ പയ്യനെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇവിടെ ഒരു കിഡ്ലൺ സ്പോട്ട് കണ്ടിട്ട് നിർത്തി. സ്ഥലം ഏതാ? പെണ്ണിക്കര. ഇതാണ് സ്പോട്ട്. അപ്പം ഞാൻ ഇങ്ങനെ വണ്ടി ഇവിടോട്ട് ഇട്ടിട്ട് നല്ല ഗ്രാമഭംഗിയുള്ള സ്ഥലം. ഇതൊന്ന് പുഞ്ചയല്ലേ, ഫുള്ള് പുഞ്ച, കാടും പുഞ്ചയൊക്കെ ഉള്ള ഒരു കിഡ്ലൺ സ്പോട്ട്. കുറച്ച് ബ്യൂട്ടി കാണിച്ചു തരാം ഞാൻ. നമ്മൾ മാത്രമേ ഉള്ളൂ, ഇവിടെ ആളും ഒന്നുമില്ല. ഇവിടുത്തെ ആരെങ്കിലും വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. കൊള്ളാം, സ്ഥലം കൊള്ളാം. ഇതെന്താ, തോടാണോ കനാലോ? കണ്ടത്തില് വെള്ളമാണെന്ന് തോന്നുന്നില്ലേ, വെള്ളത്തിൽ പോന്നെയാ, അല്ല വെള്ളം പോന്നെയാ. ഓക്കെ, നമുക്കിനി വണ്ടി വാശിന് കൊടുക്കണം. അത് ഇവിടുത്തെ ഒരു സ്ഥലത്ത് പറഞ്ഞു സെറ്റ് ഒരു സ്ഥലമുണ്ട്, അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി അതുകൂടെ ചെയ്യണം, എന്നിട്ട് കുറച്ച് ഫോട്ടോസ് കൂടെ എടുക്കാം. ഇനി വേറൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു, അവിടെയും കൂടെ പോയിട്ട് അവിടെ കുറച്ച് ഫോട്ടോ എടുക്കാം. കയറുക, ഗെറ്റ് ഇൻ ബ്രോ.
പ്രകൃതി രമണീയമായ സ്ഥലം. അതെ അതെ. ഈ റൈറ്റ് തിരി സെയിം ഈ റോഡ് തന്നെ. ഓഫ് റോഡ് ഇറങ്ങിയോ? കണ്ടത്തിലോട്ട് ഇറങ്ങിയോ? ഈ ഇത് തന്നെ അങ്ങോട്ട് ഇറക്കിട്ടാ പോരെ. ഇവിടെ സൈഡ് നോക്കി കുഴപ്പമില്ല. ഇതാണ് സ്പോട്ട്. എന്ത് രസമുള്ള സ്ഥലമില്ലേ. ഇത്രയും നല്ല പാടം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ആകെ ഒരു വീട്, ബാക്കി മൊത്തം പാടം. ബ്യൂട്ടി ഇൻ ദ നേച്ചർ. പശു പട്ടി ഉണ്ടോ അവിടെ? ഞങ്ങൾക്ക് ഇതിന് ക്ലിയർ വെള്ളം. Shall we move? ഒറ്റ മൈനയല്ല ഗൈസ്, 5 മൈന. നമ്മള് ഇവിടെ കാർ വാഷിന്റെ അവിടെ എത്തി. 27 മോട്ടോർ കഫേ. ഇതാണ് വാഷ്. ക്രിസ്റ്റ അവിടെ ഇട്ടിട്ടുണ്ട്. ഒരു പെറ്റ് വണ്ടി അവിടെ കിടപ്പുണ്ട്, ബൈക്ക് ഉണ്ട്. അപ്പം ഇനി കാർ വാഷ് കഴിഞ്ഞ് വരാം. കുറച്ച് വർക്കുണ്ട്, അത് ചെയ്ത് തീർത്തിട്ട് നമുക്ക് പയ്യനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. വണ്ടി അവിടെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വെയിറ്റ് ചെയ്യുക. വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി. ഫുള്ള് പരിപാടി തീർത്തിട്ടേക്കാണ്. ക്ലീൻ ആയെന്ന് തോന്നുന്നു. കണ്ടിട്ട് കൊള്ളാം, രസമുണ്ട്, നീറ്റായി. ഇന്റീരിയറൂടെ നോക്കാം. മോനെ വന്നപ്പം വണ്ടിയുടെ ഡിസ്പ്ലേ സ്റ്റക്കായിപ്പോയി. ഇതുണ്ടല്ലേ, ഒന്നും വർക്കാവുന്നില്ല. ഞാൻ ഷോറൂമിൽ വിളിച്ചു, അവർ വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തു. നോക്കാം എന്താ സംഭവം എന്ന്. എനിക്ക് ഇനിയും കഴുകിയപ്പോൾ പറ്റിയതാണെങ്കിൽ, പക്ഷെ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. ഇവിടെ അവനെ നമ്മൾ കൊണ്ടുവിട്ടു, ഫ്രണ്ടിനെ. അപ്പോൾ കൊണ്ടുവിട്ടപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴി പിന്നെ ആ ഒരു വഴി വെച്ചിട്ട് ഡിസ്പ്ലേ സ്റ്റക്കായിപ്പോയി. എന്നിട്ട് ആപ്പിൾ എയർപ്ലേ കാർപ്ലേ ഇതായി, ഡിസ്കണക്റ്റും ആയി. ജസ്റ്റ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് അങ്ങ് ഓഫായി പോകും. പക്ഷെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ബാക്ക് ടു ഈ ഒരു ഇതിലോട്ട് വരും. അറിയില്ല, ഇനിയും കോണ്ടാക്ട് ചെയ്യണം, വെയിറ്റ് ചെയ്യാം. ആ ഒരു ബഗ് വന്നത് ഇതായിരുന്നു. വണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പം മാറി. ഞാൻ സലൂണിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പം മാറി. അത് ഷോറൂമിലൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പം അവർ പറഞ്ഞു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ അത് ഇനിയിപ്പം എപ്പോഴേലും ഒരു ഷോറൂമിൽ ഒന്ന് കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഉള്ള ഗ്ലിച്ചാന്ന് പറഞ്ഞു. എന്തോ അവർ മാറി, എന്തോ സിസ്റ്റമൊക്കെ മാറുമെന്ന് പറഞ്ഞു. അപ്പം വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുവാണ്. 2 days നിങ്ങളെ ഞങ്ങൾ കാണിച്ചു.